ഹരി ഓം ശ്രീമദ് ദേവി നാരായണീയം ദശകം 1 ശ്ലോകം 4. രൂപാനുസാരി ഖലു നാമ തതോ ബുധൈസ്ത്വം ദേവീതി ദേവൈതി ചാസി നിഗദ്യമാന ദേവ്യാം ത്വയീര്യസൗമ കമലാധവാഗ്വാ ദേവേദു ഷൺമുഖൗമാ പതിരച്യുതോ വാ. ശ്രീ മഹാദേവി നമ. നാമരൂപാനുസാരി ഖലു, നാമം രൂപത്തെ അനുസരിച്ചാണ് വീക്ഷിക്കുന്നത്. തദത്വം, അതിനാൽ അവിടുന്ന് ദേവി ഇതി ദേവഃ ഇതി ച ദേവിയെന്നും ദേവനെന്നും ബുധൈഹി അഭിജ്ഞന്മാരാൽ നിഗദ്യമാന അസി പറയപ്പെടുന്നു. ത്വയി ദേവ്യാം അവിടുന്ന് ദേവിയായിരിക്കെ ഉമാ കമല അഥവാഗ്വ പാർവതിയെന്നോ ലക്ഷ്മിയെന്നോ സരസ്വതിയെന്നോ ഈര്യസേ പറയപ്പെടുന്നു. ത്വയി ദേവേതു അവിടുന്ന് ദേവനായിരിക്കെ ഷൺമുഖ ഉമാപതിഹി അച്യുത വാ ഷൺമുഖനെന്നോ ശിവനെന്നോ വിഷ്ണുവെന്നോ ഏതെല്ലാം പേരുകളിലും അറിയപ്പെടുന്നു. ബ്രഹ്മത്തിന് രൂപമില്ലാത്തതുപോലെ നാമവും ഇല്ല. പക്ഷേ ആവശ്യം വരുമ്പോൾ രൂപം സ്വീകരിക്കാറുണ്ട്. രൂപം സ്വീകരിക്കുമ്പോൾ നാമവും തന്നെത്താനെ അതതിൻ്റെ രൂപത്തിനനുസരിച്ച് വന്നു ചേരുന്നതാണ്. പുരുഷനും സ്ത്രീയും നപുംസകവും അല്ലാത്ത ബ്രഹ്മം പുരുഷവേഷം കെട്ടിയാൽ ദേവനെന്നും സ്ത്രീ വേഷം കെട്ടിയാൽ ദേവിയെന്നും അറിയപ്പെടും. അത് സ്വാഭാവികമാണല്ലോ. ദേവീ രൂപങ്ങൾ തന്നെ പലതാണ്. ഈ രൂപഭേദം അനുസരിച്ച് പാർവതിയെന്നും ലക്ഷ്മിയെന്നും സരസ്വതിയെന്നും മറ്റും പല നാമങ്ങൾ ദേവിക്കുണ്ടാകുന്നു. ബ്രഹ്മത്തിൻ്റെ പുരുഷരൂപങ്ങളും പലതാണ്. ഈ രൂപഭേദം അനുസരിച്ച് ബ്രഹ്മം സുബ്രഹ്മണ്യനെന്നും ശിവനെന്നും വിഷ്ണു എന്നും മറ്റും പറയപ്പെടുന്നു. ഏത് വേഷം കിട്ടിയാലും ബ്രഹ്മത്തിന് യാതൊരു മാറ്റവുമില്ല. അത് എന്നും ബ്രഹ്മം തന്നെയാണ്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.